അപ്പോൾ നമ്മളിനി മൂന്നാമത്തെ ഹീറ്റ്സിൽ വരുമ്പോഴേക്കും ഈ തലവടി ചുണ്ടൻ കഴിഞ്ഞ തവണ നീട്ടിറക്കി ചുണ്ടൻ അസ്കേൻ അതിൽ UBC കാറ്റഗറി തുഴയുന്നു. തലവടി ചുണ്ടൻ ജയിച്ചില്ലെങ്കിൽ ഇത് അട്ടിമറിയാ. തലവടി ചുണ്ടൻ ജയിച്ചില്ലെങ്കിൽ ഇത് അട്ടിമറിയാ. നോക്കാം. ട്രാക്ക് 2 തലവടി ചുണ്ടൻ, ട്രാക്ക് 1 ചെറുതന. തുടങ്ങിയോ? ഇല്ല, തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ തുടങ്ങും. കരുത്തരായ UBC ഉണ്ട്. 12 തവണ കിരീടം നേടിയ UBC 12 തവണ കിരീടം നേടിയ UBC മൂന്നാം ഹീറ്റ്സിൽ മത്സരിക്കുന്നു. വിജയകുമാർ, ഈ UBC ആണ് ഒരുപക്ഷെ കുട്ടനാട്ടിലെ ഏറ്റവും പോപ്പുലറായ ബോട്ട് ക്ലബ്ബ്. നമ്മള് ഈ മറ്റേ സ്പാനിഷ് ലീഗിലൊക്കെ ബാഴ്സലോണ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നമ്മുടെ വിഷ്ണു കോട്ടയം അറിയിക്കുന്നു ഒരു തിരിച്ചുവരവിന് UBC ഒരുങ്ങുകയാണ്. ഏറ്റവും പോപ്പുലറായ വിജയകുമാറിന് ഈ തലവടി ചുണ്ടൻ നല്ല ഒന്നാം തരം ചുണ്ടനാണ്. അത് കഴിഞ്ഞ വർഷം ദീപിലൊക്കെ ചുണ്ടനാണ്. തുടങ്ങി. അയ്യോ, വെടിപൊട്ടി പായിമ്പുലി. വിജയകുമാർ ഒന്നാം ഹീറ്റിൽ രണ്ടാം ട്രാക്കിൽ തലവടി, മൂന്നാം ട്രാക്കിൽ നാലാം ട്രാക്കിൽ ബോർഡ് പായിപ്പാടൻ. തലവടിയാണോ? തലവടിക്കും ആരെങ്കിലും തലവടിക്കും. പായിപ്പാടൻ തലവടി പോരാട്ടം. പായിപ്പാടൻ തലവടി ഒപ്പത്തിനൊപ്പം. UBC അയ്യോ, കട്ടക്ക് കട്ട പോര്. SKN കട്ടക്ക് കട്ട. പായിപ്പാടനാണോ തലവടിയാണോ? ചമ്പക്കുളത്തിന്റെ ഫിനിഷിംഗ് 4.38. ഫൈനലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സമയം കൂടി നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. സമയം കൂടി പറഞ്ഞാലേ ഇവർ ഫൈനലിലേക്ക് വന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഫൈനലിൽ വരുന്നത് സമയം കൂടിയ ടീമുകളാണ്. പുന്നമടക്ക് തീപിടിക്കുന്നേ. പായിപ്പാടനും തലവടിയും ഇഞ്ചോടിഞ്ച്. പുന്നമടയുടെ ഓളങ്ങൾക്ക് തീപിടിച്ചു തുടങ്ങുന്നു. ഇഞ്ചോടിഞ്ച് കട്ടക്ക് കട്ട. പായിപ്പാടനാണോ തലവടിയാണോ? പായിപ്പാടനാണോ? തലവടിയോ? പായിപ്പാടനോ? തലവടിയോ? പായിപ്പാടനോ? തലവടിയോ? പായിപ്പാടനോ? തലവടിയാണോ തലവടി UBC? അത് മറ്റാരുമല്ല, നമ്മുടെ പോളേട്ടനായിരുന്നു ക്യാമറയിലെ. നമ്മുടെ ആള് ഊതി. ഞാൻ വിചാരിച്ചു വയലത്തുള്ള ആരോ ഊതി തോപ്പിച്ചതാണ്. റെഡി. എന്താണ് അവസ്ഥ? ഓളപ്പരപ്പിന് പായിപ്പാടനാണോ തലവടിയാണോ? അയ്യോ, ആരോ കയറി വരുന്ന സ്കേൻ. വരുന്നു. തലവടിയാണോ പായിപ്പാടനാണോ? അയ്യോ, ഇഞ്ചോടിഞ്ച്. UBCയും പായിപ്പാടും ബോട്ട് ക്ലബും തമ്മിലുള്ള മത്സരം. UBCക്ക് ഇത് തിരിച്ചുവരവിന്റെ കാലം. UBCക്ക് ഇത് അതിജീവനത്തിന്റെ പോരാട്ടം. ഒരുപക്ഷെ 70-ൽ വള്ളംകളിക്കോട് UBC മാത്രമുണ്ടായിരുന്ന കാലഘട്ടം. 3 തവണ കിരീടം നേടിയാൽ 4ാം തവണ നിങ്ങൾ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന UBC. ആ UBCക്ക് ഇത് അതിജീവനത്തിന്റെ പോരാട്ടം. UBC തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതാണ് വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്നത്. വള്ളംകളിക്ക് നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ടീം ഉണ്ടെങ്കിലും അത് UBC ആയിരിക്കും. യുണൈറ്റഡ് ബോട്ട് ക്ലബ് ആയിരിക്കും. കൈനഗിരിയുടെ കരുത്തായിരിക്കും. കരികുത്തി കരയാക്കിയ കൈനഗിരിയുടെ കരുത്തിൽ നിന്ന് UBC കൈനഗിരി ഇത്തവണ തലവടി ചുണ്ടനിൽ ഇറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളം. 2ഉം 4ഉം ട്രാക്കിലാണ് മത്സരം. മറ്റു ട്രാക്കുകൾ യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ UBC വിജയത്തിന്റെ ത്രയാക്ഷരി UBC. തലവടി ഒപ്പത്തിനൊപ്പമാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാഞ്ഞു വരികയാണ്. പുലി പായുകയാണ്. ഒരു വെടിയുണ്ട പോലെ, ചീറ്റപ്പുലി പോലെ, പായുംപുലി പോലെ ഇപ്പോഴും ഇല്ല ഒന്നും പറയാറായിട്ടില്ല. തലവടിയാണോ പായിപ്പാടനാണോ? ഒപ്പത്തിനൊപ്പം തലവടി നേരിയ മുന്നിൽ. തലവടി നേരിയ മാത്രം മുന്നിൽ. തലവടിയാണോ പായിപ്പാടനാണോ? അയ്യോ, നോക്കൂ. അയ്യോ, ഇഞ്ചോടിഞ്ചാണ്. ഒരു വള്ളപ്പാടിന് ആരുമില്ല. ഈ മൂന്നാം ഹീറ്റ്സിൽ കട്ടക്ക് കട്ട പോരാട്ടമാണ്. കടുത്ത പോരാട്ടം. പുന്നമടയുടെ തലവടി മുന്നിൽ. തലവടി കയറി.
UBC തന്നെ മുന്നിൽ. UBC finish ചെയ്യാൻ പോവാണ് എസ്കേൻ. കടുത്ത പോരാട്ടമാണ്. കടുത്ത പോരാട്ടം. എസ്കേൻ UBC അതിന്റെ പോയകാല പ്രതാപം വീണ്ടെടുക്കുന്നു. എസ്കേൻ തലവടിയായി UBC നയിക്കുന്നു. UBC finish ചെയ്യുന്നു. UBC finishing പോയിന്റിലേക്ക്. UBC തലവടിച്ചുണ്ടൻ ഫിനിഷ് ചെയ്തു. ഒരു വള്ളപ്പാടകൽ ടൂർണമെന്റ് ഫേവറേറ്റുകളായി UBC ഒരു വള്ളപ്പാടകല ഫിനിഷ് ചെയ്തു. അതാണ് മൂന്നാം റൗണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട UBC വിജയിച്ചു. ആദ്യ ഹീറ്റ്സിൽ ആനാരി, രണ്ടാം ഹീറ്റ്സിൽ ചമ്പക്കുളം, മൂന്നാം ഹീറ്റ്സിൽ UBC തലവടി. എണ്ണം പറഞ്ഞ 3 ചുണ്ടൻ ഫൈനലിലേക്ക്. എസ്കേൻ എണ്ണം പറഞ്ഞ 3 ചുണ്ടൻ. എസ്കേൻ നാലാം ഹീറ്റ്സിലെ ട്രാക്ക് റെഡിയാണ്. 1-ൽ നിരണം ചുണ്ടൻ, 2-ൽ വീയപുരം, 3-ൽ നടുഭാഗം, 4-ൽ കരുവാറ്റ. അയ്യോ, ഇത് മരണ ഹീറ്റ്സ് എസ്കേൻ. ഇത് ഭീകരമാണ്. അതിനിടയിൽ ആരോ ഒരു മരണം വന്നിരിക്കുന്നു. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. പുഷ്പൻ കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ അന്തരിച്ചു. അദ്ദേഹം കുറെ കാലമായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കുറെ കലശലായിരുന്നു. അത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദീർഘനാളായി അദ്ദേഹത്തിന് ആരോഗ്യനില അല്പം പ്രശ്നമായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം അങ്ങനെ ആകസ്മിക മരണത്തിലേക്ക് പോകുമെന്ന് കരുതിയിരുന്നില്ല സഖാക്കൾ. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും സങ്കടകരമായ മറ്റൊരു വാർത്ത. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു